നമസ്കാരം. ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ഇന്ത്യൻ മാർക്കറ്റിൽ ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് വേണം നമ്മൾ പ്രതീക്ഷിക്കാൻ. അമേരിക്കൻ ഫ്യൂച്ചറും യൂറോപ്യൻ ഫ്യൂച്ചറും ഹയർ സൈഡിൽ ട്രേഡ് ചെയ്യുകയും കഴിഞ്ഞ ദിവസം അമേരിക്കൻ മാർക്കറ്റ് പോസിറ്റീവ് ക്ലോസിംഗ് നൽകുകയും ഏഷ്യൻ മാർക്കറ്റുകളിൽ ഒരു ബൈയിങ് മൊമെൻറ്റം പ്രകടമാവുകയും ചെയ്തതിൻ്റെ പശ്ചാത്തലത്തിലാണ് നിഫ്റ്റി ഒരു ഫ്ലാറ്റ് പോസിറ്റീവ് ഓപ്പണിങ്ങിൻ്റെ സൂചനകൾ നൽകുന്നത്. അമേരിക്കൻ ഫ്യൂച്ചർ 0.20%, യൂറോപ്യൻ ഫ്യൂച്ചർ 1%-ലേറെയും ഉയർന്ന് ട്രേഡ് ചെയ്യുന്നു. അമേരിക്കൻ പ്രസിഡന്റും ചൈനീസ് പ്രസിഡന്റും തമ്മിലുള്ള ചർച്ച നടക്കാനിരിക്കെ ഏഷ്യൻ മാർക്കറ്റുകളിലൊക്കെ ഒരു മിക്സഡ് സെൻറ്റിമെൻ്റാണ് കാണുന്നത്. ഏഷ്യ പസഫിക് ഇൻഡെക്സിൽ ജപ്പാൻ്റെ ഇൻഡെക്സ് 0.27%, സൗത്ത് കൊറിയൻ ഇൻഡെക്സ് 0.38%, ഓസ്ട്രേലിയൻ ഇൻഡെക്സ് 0.16% ഉയർന്ന് ട്രേഡ് ചെയ്യുന്നു. കൂടാതെ ക്രൂഡിൻ്റെ വില 2% ഇടിഞ്ഞ് $106 പെർ ബാരൽ എന്ന ലെവലിലെത്തിയത് മാർക്കറ്റിൽ ഒരു പോസിറ്റീവ് ഹോപ്പ് നൽകുന്നുമുണ്ട്. കഴിഞ്ഞ ദിവസം അമേരിക്കൻ മാർക്കറ്റ് മികച്ച പെർഫോമൻസ് കാഴ്ചവെച്ചു. അമേരിക്കയുടെ ഇൻഫ്ലേഷൻ മാർക്കറ്റ് പ്രതീക്ഷിച്ചതിനേക്കാളും ഉയർന്ന നിലയിലെത്തിയിട്ടും അമേരിക്കൻ മാർക്കറ്റിൽ പ്രത്യേകിച്ചും ടെക് സെമി കണ്ടക്ടർ സെക്ടറിലെ സ്റ്റോക്കുകളിലൊക്കെ ബൈയിങ് മൊമെൻറ്റം പ്രകടമായിരുന്നു. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ S&P 0.58%, നാസ്ഡാക്ക് 1.04% ഉയർന്നു. കഴിഞ്ഞ ദിവസം ഇന്ത്യൻ മാർക്കറ്റിലും മാർജിനലി പോസിറ്റീവ് ക്ലോസിംഗ് ആയിരുന്നു വന്നത്. കൂടാതെ 23,400 എന്ന ലെവലിന് മുകളിൽ മാർക്കറ്റ് പോസിറ്റീവ് ക്ലോസിംഗ് നൽകുകയും ചെയ്തു. ഈ ഒരു സാഹചര്യത്തിൽ 23,400 എന്ന ലെവൽ പ്രൊട്ടക്റ്റ് ആയിരിക്കുന്നോളം കാലം മാർക്കറ്റ് 23,600, 23,750, 800 തുടങ്ങിയ ലെവലുകളെ ടെസ്റ്റ് ചെയ്യാനും സാധ്യതയുണ്ട്. ഇനി ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ സ്റ്റോക്ക് സ്പെസിഫിക് ആക്ഷൻ വരാൻ സാധ്യതയുള്ള ചില പ്രധാനപ്പെട്ട സ്റ്റോക്കുകളെ പരിചയപ്പെടാം. അലൈഡ് ബ്ലെൻഡേഴ്സ് ആൻഡ് ഡിസ്ലേഴ്സ്, അലീവിയസ് ലൈഫ് സയൻസ്, ആൾകാർഗോ ലോജിസ്റ്റിക്, അപ്പോളോ ടയർ, കാപ്ലിൻ പോയിന്റ് ലബോറട്ടറി, ചാലറ്റ് ഹോട്ടൽ, ചമ്പൽ ഫെർട്ടിലൈസർ ആൻഡ് കെമിക്കൽ, ക്ലീൻ സയൻസ് ആൻഡ് ടെക്നോളജി, CMS ഇൻഫോസിസ്റ്റം, ഡേറ്റ പാറ്റേൺ, ദിലീപ് ബിൽഡ്കോൺ, ദീപ് ഇൻഡസ്ട്രീസ്, ഗാലക്സി സർഫക്റ്റൻസ്, ഗ്രേറ്റ് ഈസ്റ്റേൺ ഷിപ്പിംഗ് കമ്പനി, ഗുജറാത്ത് മിനറൽ ഡെവലപ്മെൻറ്റ് കമ്പനി, ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ്, ഹഡ്കോ തുടങ്ങിയ സ്റ്റോക്കുകളെയാണ് ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ശ്രദ്ധിക്കേണ്ടത്. കഴിഞ്ഞ ദിവസം മാർക്കറ്റ് അവറിന് ശേഷം ക്വാർട്ടർലി റിസൾട്ട് പുറത്തുവിട്ട ചില സ്റ്റോക്കുകളുടെ ക്വാർട്ടർലി റിസൾട്ടിന് മുകളിലുള്ള മാർക്കറ്റ് റിയാക്ഷൻ പോയിന്റ് ഓഫ് വ്യൂവും സ്റ്റോക്കുകളെ ഫോക്കസ് ചെയ്യാവുന്നതാണ്. ടാറ്റ മോട്ടോഴ്സിൻ്റെ ക്വാർട്ടർലി റിസൾട്ടിൽ കമ്പനിയുടെ റവന്യൂ 22.3% വർദ്ധിച്ച് 19,999 കോടിയിൽ നിന്നും 24,452 കോടിയിലേക്ക് എത്തി. എബിറ്റ 35.6% വർദ്ധിച്ച് 2,438 കോടിയിൽ നിന്നും 3,307 കോടിയിലേക്ക് എത്തുകയും എബിറ്റ മാർജിൻ 12.2%-ൽ നിന്നും 13.5%-ലേക്ക് ഉയരുകയും ചെയ്തു. കൂടാതെ ടാറ്റ മോട്ടോഴ്സിൻ്റെ നെറ്റ് പ്രോഫിറ്റ് 69% വർദ്ധിച്ച് 1,419 കോടിയിൽ നിന്നും 2,406 കോടിയിലേക്ക് ഉയർന്നു. ക്വാർട്ടർലി റിസൾട്ടിനോടനുബന്ധിച്ച് ₹4 പെർ ഷെയർ എന്ന റേറ്റിൽ കമ്പനി ഡിവിഡൻഡ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഭാരതി എയർടെൽ ആണെന്ന് ശ്രദ്ധിക്കേണ്ട രണ്ടാമത്തെ സ്റ്റോക്ക്. ഭാരതി എയർടെലിൻ്റെ നെറ്റ് പ്രോഫിറ്റ് 10% വർദ്ധിച്ച് 6,631 കോടിയിൽ നിന്നും 7,325 കോടിയിലേക്ക് എത്തി. റവന്യൂ 2.6% വർദ്ധിച്ച് 53,982 കോടിയിൽ നിന്നും 55,383 കോടിയിലേക്ക് എത്തി. എബിറ്റ 2.2% വർദ്ധിക്കുകയും എബിറ്റ മാർജിൻ 57%-ൽ നിന്നും 56.9%-ലേക്ക് കറക്റ്റ് ആവുകയും ചെയ്തു. ക്രോംപ്ടൺ ഗ്രീവ്സ് കൺസ്യൂമർ ഇലക്ട്രിക്കൽസ് എന്ന FMEG സെക്ടറിലെ കമ്പനിയുടെ നെറ്റ് ലോസ് 169 കോടി രൂപയുടെ പ്രോഫിറ്റിൽ നിന്നും 534 കോടി രൂപയുടെ ലോസിലേക്ക് എത്തി. കമ്പനിയുടെ എബിറ്റ മാർജിൻ 13%-ൽ നിന്നും 11%-ലേക്ക് ഇടിയുകയും റവന്യൂ 10% വർദ്ധിച്ച് 2,061 കോടിയിൽ നിന്നും 2,283 കോടിയായി രേഖപ്പെടുത്തുകയും ചെയ്തു. കെയ്ൻസ് എന്ന സെമി കണ്ടക്ടർ സ്റ്റോക്കിനെയും ഇന്ന് ശ്രദ്ധിക്കാം. കെയ്ൻസിൻ്റെ റവന്യൂ 26% വർദ്ധിച്ച് 984 കോടിയിൽ നിന്നും 1,242 കോടിയിലേക്ക് എത്തി. എബിറ്റ 15.4% വർദ്ധിച്ച് 167 കോടിയിൽ നിന്നും 193 കോടിയിലേക്ക് എത്തുകയും എബിറ്റ മാർജിൻ 17%-ൽ നിന്നും 15%-ലേക്ക് കറക്റ്റ് ആവുകയും ചെയ്തു. അതേസമയം കമ്പനിയുടെ പ്രോഫിറ്റ് 116 കോടിയിൽ നിന്നും 91 കോടിയിലേക്ക്, അതായത് 21%-ഓളം ഇടിഞ്ഞു. സാഗൾ പ്രീപെയ്ഡിൻ്റെ ക്വാർട്ടർലി റിസൾട്ടിൽ കമ്പനിയുടെ റവന്യൂ 17% വർദ്ധിച്ച് 526 കോടിയിൽ നിന്നും 618 കോടിയിലേക്ക് എത്തി. നെറ്റ് പ്രോഫിറ്റ് 11% വർദ്ധിച്ച് 36 കോടിയിൽ നിന്നും 40 കോടിയിലേക്ക് എത്തുകയും എബിറ്റ 11% വർദ്ധിച്ച് 52 കോടിയിൽ നിന്നും 58 കോടിയിലേക്ക് ഉയരുകയും ചെയ്തു.
ഇന്ന് ശ്രദ്ധിക്കേണ്ട മറ്റൊരു സ്റ്റോക്ക് മെട്രോപോളിസ് ഹെൽത്ത് ആണ്. മെട്രോപോളിസ് ഹെൽത്തിൻ്റെ റവന്യൂ 23% വർദ്ധിച്ച് 345 കോടിയിൽ നിന്നും 425 കോടിയിലേക്ക് എത്തി. കമ്പനിയുടെ നെറ്റ് പ്രോഫിറ്റ് 21 കോടിയിൽ നിന്നും 50 കോടിയിലേക്ക് എത്തുകയും എബിറ്റ 73% ഉയരുകയും എബിറ്റ മാർജിൻ 25.4% വർദ്ധിച്ച് എബിറ്റ മാർജിൻ 18% നിന്നും 25.4%ത്തിലേക്ക് ഉയർന്നതിൻ്റെയും പശ്ചാത്തലത്തിൽ മെട്രോപോളിസ് എന്ന സ്റ്റോക്കിനെ ശ്രദ്ധിക്കാം. ഈ ക്ലാർക്ക് സർവീസിൻ്റെ ക്വാർട്ടർലി റിസൾട്ടിൽ കമ്പനിയുടെ നെറ്റ് പ്രോഫിറ്റ് 1.4% ഇടിഞ്ഞപ്പോൾ റവന്യൂ 3.5% വർദ്ധിച്ചു. ബാലാജി അമീൻ എന്ന കെമിക്കൽ കമ്പനിയുടെ ക്വാർട്ടർലി റിസൾട്ടിൽ പ്രോഫിറ്റ് 57% വളർന്നു. 40 കോടിയിൽ നിന്നും 63 കോടിയിലേക്ക് പ്രോഫിറ്റ് ഉയർന്നു. എബിറ്റ 39% വർദ്ധിച്ച് 67 കോടിയിൽ നിന്നും 93 കോടിയിലേക്ക് മെച്ചപ്പെടുകയും മാർജിൻ 19%-ൽ നിന്നും 23%-ത്തിലേക്ക് ഉയരുകയും ചെയ്തു. കമ്പനിയുടെ റവന്യൂ 383 കോടിയിൽ നിന്നും 395 കോടിയിലേക്ക് മെച്ചപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് ബാലാജി അമൈൻ എന്ന സ്റ്റോക്കിനെ ശ്രദ്ധിക്കാം. ഇൻട്രാക്ട് ബിൽഡിങ്ങിൻ്റെ ക്വാർട്ടർലി റിസൾട്ടിനോടനുബന്ധിച്ച് കമ്പനി 12 രൂപ 50 പൈസ പെർ ഷെയർ എന്ന റേറ്റിൽ ഡിവിഡൻഡ് പ്രഖ്യാപിച്ചു. എന്നാൽ കമ്പനിയുടെ നെറ്റ് പ്രോഫിറ്റ് 5.4% ഇടിഞ്ഞു. റവന്യൂ 8.7% വർദ്ധിച്ച് 464 കോടിയിൽ നിന്നും 504 കോടിയിലേക്ക് ഉയർന്നപ്പോൾ എബിറ്റ 8% വർദ്ധിക്കുകയും കമ്പനിയുടെ എബിറ്റ മാർജിൻ ഏറെക്കുറെ ഫ്ലാറ്റായി തുടരുകയും ചെയ്യുന്നു. റിഡിങ്ടൺ എന്ന കമ്പനിയുടെ റവന്യൂ 25% ഉയർന്നു. റവന്യൂ 26,440 കോടിയിൽ നിന്നും 33,213 കോടിയിലേക്ക് ഉയർന്നു. അതേസമയം പ്രോഫിറ്റ് 41% ഇടിഞ്ഞ് 666 കോടിയിൽ നിന്നും 391 കോടിയിലേക്ക് എത്തിയപ്പോൾ എബിറ്റ മാർജിൻ 2.3%-ൽ നിന്നും 1.8%-ത്തിലേക്ക് ഇടിഞ്ഞിട്ടുണ്ട്. ക്വാർട്ടർലി റിസൾട്ടിനോടനുബന്ധിച്ച് 6 രൂപ പെർ ഷെയർ എന്ന റേറ്റിൽ കമ്പനി ഡിവിഡൻഡ് പ്രഖ്യാപിച്ചു. ഇനി മറ്റ് ചില പ്രധാനപ്പെട്ട സ്റ്റോക്കുകളിൽ വന്ന ലേറ്റസ്റ്റ് അപ്ഡേറ്റ് കൂടി മനസ്സിലാക്കാം. PNC ഇൻഫ്രാടെക് എന്ന കമ്പനിക്ക് 572 കോടി രൂപയുടെ ഒരു ഓർഡർ UP സ്റ്റേറ്റ് ബ്രിഗേഡ് കോർപ്പിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് PNC ഇൻഫ്രാടെക് എന്ന സ്റ്റോക്കിന് ശ്രദ്ധിക്കാം. ബാജൽ പ്രൊജക്ട്സ് എന്ന കമ്പനിക്ക് പവർ ഗ്രിഡിൽ നിന്നും 300 കോടി രൂപയുടെ 400 kV ട്രാൻസ്മിഷൻ ലൈൻ പാക്കേജ് സപ്ലൈ ചെയ്യാനുള്ള ഓർഡർ ലഭിച്ചതുകൊണ്ട് സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ശ്രദ്ധയാകർഷിക്കാനുള്ള സാധ്യത കൂടുതലാണ്. വിയടെക് വബാഗ് എന്ന കമ്പനി പീക്ക് സസ്റ്റൈനബിലിറ്റി വെഞ്ചർ എന്ന കമ്പനിയുമായി ചേർന്ന് ഒരു ഡീലിൽ ഒപ്പുവെച്ചതുകൊണ്ട് സ്റ്റോക്കിനെ ശ്രദ്ധിക്കാവുന്നതാണ്. ക്രിയേറ്റീവ് ന്യൂടെക് എന്ന കമ്പനിക്ക് 336 കോടി രൂപയുടെ ഒരു ഓർഡർ ഫുഡ് കോർപ്പറേഷൻ്റെ സൈഡിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ശ്രദ്ധ ആകർഷിക്കാനുള്ള സാധ്യത കൂടുതലാണ്. അതോടൊപ്പം തന്നെ NBCC എന്ന കമ്പനിക്ക് 131 കോടി രൂപയുടെ ഒരു ഓർഡർ ലഭിച്ചിട്ടുണ്ട്. 131 കോടി രൂപയുടെ ഒരു ഓർഡർ ലഭിച്ചിട്ടുണ്ട്. കൂടാതെ GR ഇൻഫ്രാ പ്രോജക്ട്സ് എന്ന കമ്പനി പഞ്ചാബിലെ റോഡ് പ്രോജക്റ്റ് ഏകദേശം 927 കോടി രൂപയ്ക്ക് അവാർഡായ ഒരു റോഡ് പ്രോജക്റ്റ് കംപ്ലീറ്റ് ചെയ്തതുകൊണ്ട് സ്റ്റോക്ക് ഇന്ന് മാർക്കറ്റിൻ്റെ ശ്രദ്ധയാകർഷിക്കാനുള്ള സാധ്യത കൂടുതലാണ്. റിഫെക്സ് ഇൻഡസ്ട്രീസ് എന്ന കമ്പനിക്ക് ബൾക്ക് ഇൻഡസ്ട്രിയൽ കോമോഡിറ്റി സപ്ലൈ ചെയ്യുന്നതിന് വേണ്ടി 36 കോടി രൂപയുടെ ഓർഡർ ലഭിച്ചതുകൊണ്ട് സ്റ്റോക്കിനെ ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ഫോക്കസ് ചെയ്യാവുന്നതാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക്